ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോണത് എൻ്റെ ഏട്ടൻ്റെ വീടാണ് കേട്ടോ. അതായത് എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നിട്ടുള്ള നമ്മളെ വീടാണ് നമ്മൾ കാണാൻ പോണത്. അപ്പോൾ ദാ റോഡ് സൈഡിൽ തന്നെയാണ് കേട്ടോ നമ്മളെ വീടുള്ളത്. എനിക്ക് കല്യാണത്തിന് മുമ്പ് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ, അതുപോലെ റോഡ് സൈഡിൽ തന്നെ വീട് വേണമെന്ന്. അങ്ങനെ ഞാൻ ആഗ്രഹിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട് നല്ല മലേൻ്റെ മേലെയാണ്. ഇപ്പോൾ 2022 കേട്ടോ എൻ്റെ വീട്ടിലേക്ക് റോഡ് കിട്ടിയിട്ടുള്ളത്. അതുതന്നെ ഇപ്പോഴും ടാറൊന്നും കഴിഞ്ഞിട്ടില്ല, അങ്ങനെ സാധാ മണ്ണിട്ടുള്ള റോഡ് തന്നെയാണ് കേട്ടോ. അങ്ങനെ ദാ നമ്മളെ വീട്ടിലേക്ക് കയറുകയാണേ. ആദ്യം തന്നെ സിറ്റ് ഔട്ടിൽ നിന്ന് കയറുന്ന നേരെ ചെറിയൊരു ഡെനി ഹാളിലേക്കാണ്. ഹാളിൽ ദാ ചെറിയൊരു സോഫയൊക്കെ ഉണ്ട്. അപ്പുറത്ത് ദാ അനുമോളും അമ്മമോളും കൂടെ മിച്ചർ കഴിക്കുകയാണ് കേട്ടോ, രണ്ടാളും കൂടെ ഇരുന്നിട്ട്. ഇതുവരെ കൊച്ചു ടി വി കാണിയിരുന്നു, ഇപ്പോൾ വേറെ എന്തോ സിനിമയാണ് കാണുന്നത്. പിന്നെ ചെറിയൊരു ഷോക്കേസ് ഉണ്ട് കേട്ടോ ഡെനി ഹാളിൽ. പ്രത്യേകിച്ച് കാണാൻ അലങ്കാര വസ്തുക്കളൊന്നും നമ്മളെ ഡെനി ഹാളിലോ എവിടെയും നമ്മൾ വെച്ചിട്ടില്ല കേട്ടോ. കാരണം നമ്മളത് തറവാട് വീടായതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ എപ്പോഴും വരും കളിക്കാനായിട്ട്. അപ്പോൾ പിന്നെ എല്ലാം തട്ടിപ്പൊട്ടി നാശമാവും. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ അലങ്കാര വസ്തുക്കളൊന്നും നമ്മളെ വീട്ടിലില്ല. അങ്ങനെ മണി പ്ലാന്റോ അങ്ങനെയൊന്നും വെച്ചിട്ടില്ല. പിന്നെ ദാ നമുക്കൊരു കോമൺ ബാത്റൂം തന്നെയാണ് കേട്ടോ. ഒരു ബാത്റൂം തന്നെ ഉള്ളൂ കേട്ടോ വീട്ടിൽ അകത്ത്. പിന്നെ പുറത്ത് ആണ് കേട്ടുള്ളത്. ഈ ബാത്റൂമൊക്കെ നമ്മൾ വീട്ടിലേക്ക് കയറി ഒരു 1-2 വർഷത്തിന് ശേഷമാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മളെ കയ്യിൽ ആയി കിട്ടിയ പൈസക്ക് അനുസരിച്ച് അങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ്. പിന്നെ ഇത് നമ്മളെ ബെഡ്റൂമാണ്. ബെഡ്റൂമിൽ ഇതാ പോണ വെയിൽ മുഴുവൻ നമ്മളെ റൂമിൽ തന്നെയാണ് കേട്ടോ. പിന്നെ അപ്പുറത്ത് അച്ഛൻ്റെ റൂമുണ്ട്, അച്ഛൻ്റെ അമ്മേൻ്റെ റൂമുണ്ട്. അതുകൂടാണ്ട് പിന്നെ ഇവിടെ ഇതാ കോമൺ ആയിട്ടൊരു ഹാളാണ്. ഇവിടെ നമ്മളെ പാത്രങ്ങൾ വയ്ക്കലും ഭക്ഷണം കഴിക്കലൊക്കെ ഇവിടെയാണ് കേട്ടോ. പിന്നെ ഇതിനപ്പുറത്ത് ചെറിയൊരു സ്റ്റോർ റൂമുണ്ട്. സ്റ്റോർ റൂമിൻ്റെ അകത്ത് ബൾബില്ല കേട്ടോ, ബൾബ് കേടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റോർ റൂമൊന്നും കാണാനൊക്കില്ല. നിറയെ പാത്രങ്ങളാണ് കേട്ടോ അതിൻ്റെ അകത്തൊക്കെ. എൻ്റെ കല്യാണത്തിന് നമ്മൾ പന്തൽ പാത്രം തരുമല്ലോ, അങ്ങനെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും കൂടെ പന്തൽ പാത്രങ്ങളൊക്കെ തന്നിരുന്നു. അപ്പോൾ ആ പാത്രങ്ങളൊക്കെ അതിൻ്റെ അകത്താണുള്ളത്. പിന്നെ ഇതാണ് നമ്മളെ അടുക്കള. നമ്മളെ അടുക്കളയിൽ നിന്ന് അധികം അങ്ങനെ ഒതുക്കി വയ്ക്കലൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഒതുക്കി വെക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഞാൻ അടുക്കളയിൽ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കറി ഉണ്ടാക്കുന്നുണ്ട്, ഉപ്പുമാവ് ഉണ്ടാക്കി വെച്ചു. ഇനിയിപ്പോൾ വിളക്ക് വെക്കാനൊക്കെ ഉള്ള തത്രപ്പാടിലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിലൊന്ന് വീഡിയോ എടുത്താണ്. അപ്പോൾ ഇത് അമ്മൂസുട്ടിക്ക് കുടിക്കാനുള്ള മരുന്നാണ്. പച്ചമരുന്ന് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. അപ്പോൾ അത് തണുപ്പ് വിടാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തേക്ക് വെച്ചാണ്. അങ്ങനെ ചിക്കൻ കറി അടുപ്പത്തുണ്ട്. പിന്നെ ഇത് മഞ്ഞളാണ് കേട്ടോ. നമ്മൾ വേനൽക്കാലത്ത് ഉണക്കി വെച്ച മഞ്ഞളാണ്. അപ്പോൾ പൂപ്പ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചൂട് കൊള്ളിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ. ഇനി ഒന്നും കൂടെ ഒന്ന് വെയിൽ കിട്ടുന്ന സമയത്ത് വെയിൽ കൊള്ളിച്ചിട്ട് വേണം ഒന്ന് പൊടിപ്പിച്ചെടുക്കാനായിട്ട്. പിന്നെ ഇതിനകത്ത് വെള്ളമാണ് കേട്ടോ. ഇതൊക്കെ കുടിവെള്ളങ്ങൾ തന്നെയാണ് കേട്ടോ. ഇത് പിന്നെ ചോറും കലം കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ നാളത്തേക്കുള്ള വെള്ളം കൊണ്ടുവന്ന് വയ്ക്കലാണ്. പിന്നെ കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതും പിന്നെ കുടിവെള്ളം തന്നെയാണ്. വെള്ളം തീരാറായിട്ടുണ്ട്. വെള്ളം ഇവിടെ നന്നായിട്ട് പോകും. അച്ഛനും അമ്മയും ഞാനും ഏട്ടനും എല്ലാവരും നന്നായിട്ട് വെള്ളം കുടിക്കും. അപ്പോൾ അടുക്കള വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ വന്നിട്ട് വേഗം വിളക്ക് വയ്ക്കുകയാണ്. വിളക്ക് നമ്മൾ നേരെ ഡൈനിങ് ഹാളിൽ നിലത്ത് വിളക്ക് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ പ്രാർത്ഥിക്കുക. 5 തിരി ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് വിളക്ക് വയ്ക്കുക. ഇല്ലാണ്ടാകുമ്പോൾ മാത്രം 2 തിരി വെച്ചിട്ട് വയ്ക്കും. ഇന്നിപ്പോൾ കുട്ടികളൊന്നും ഇവിടെ ഇല്ല കേട്ടോ. കുട്ടികളൊക്കെ ഏട്ടൻ്റെ വീട്ടിൽ മോളെ പിറന്നാളാണ്, അപ്പോൾ അവിടേക്ക് പോയതാണ്. അപ്പോൾ ഞാൻ പിന്നെ വിളക്ക് വയ്ക്കാനുള്ളതുകൊണ്ട് ഞാൻ പോയിട്ടില്ല. അങ്ങനെ വിളക്ക് വയ്ക്കലും പ്രാർത്ഥനയും ഒക്കെയാണ് കേട്ടോ. നമ്മൾ വീടെടുത്ത സമയത്ത് പൂജാ റൂം നമ്മൾ പറഞ്ഞിരുന്നു കേട്ടോ. പക്ഷേ നമുക്ക് പൂജാ റൂമിനുള്ളൊരു സ്പേസ് എവിടെയില്ല. ഇനിയിപ്പോൾ ഫാബ്രിക്കേഷൻ്റെ വർക്ക് ചെയ്തിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കിഴക്ക് ഭാഗത്ത് ആക്കിയെടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദാ വിളക്ക് വയ്ക്കലൊക്കെ കഴിഞ്ഞു. വിളക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു മനസ്സമാധാനമാണ് കേട്ടോ. വിളക്ക് വയ്ക്കാണ്ടായാൽ വല്ലാത്തൊരു പ്രയാസമാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്ന ശേഷം ഞാൻ കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് കുടിക്കുകയാണ്. എല്ലാവരും അമ്മയും അച്ഛനും കുട്ടികളൊക്കെ ഏട്ടൻ്റെ വീട്ടിൽ പോയതാണ്. അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ. പഞ്ചസാര ഇട്ട് ചായ കുടിച്ചാൽ ഏട്ടൻ ചീത്ത പറയും കേട്ടോ. ഒന്നാമത് എനിക്ക് വയറിൽ പുണ്ണാണ്, നിറയെ മുറികളാണ്. പോരാത്തതിന് കുറേശ്ശെ ഷുഗറുണ്ട്. അപ്പോൾ പിന്നെ ഈ പഞ്ചസാരയും കൂടി കുത്തി കലക്കണ കണ്ട മൂപ്പര് ചീത്ത പറയും.
പിന്നെ ഞാൻ ചായ കുടിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങൾ രണ്ടാളും കൂടെ കുറച്ച് നേരം ടി വി കാണുകയാണ്. ഏട്ടതാ മാറ്റി റെഡിയായി നിൽക്കുകയാണ് കേട്ടോ കടയിൽ പോകാനായിട്ട്. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ.